ഹലോ ഗൈസ്, ചെമ്പനീർപ്പൂ പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ചന്ദ്രമതിക്ക് തിരികെ വരുമ്പോൾ വീണ്ടും അവിടെ നമ്മുടെ മുത്തശ്ശിയും കൊച്ചുമോനും കൂടെ ഇരിക്കുകയാണല്ലേ. അപ്പം നമ്മുടെ ചന്ദ്രമതി വരുമ്പോൾ നമ്മുടെ ആദ്യമോൻ സോഫയിൽ കയറി ഇരിക്കുമായിരിക്കേ. അപ്പം അതിൻ്റെ പേരിൽ കുറേ ഒച്ചപ്പാടെടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലെ സോഫയിൽ ഇവൻ കയറിയിരിക്കാൻ ഇവൻ ആരാണ്, ഇവന് നിലത്തിരുന്നാൽ പോരെ എന്നൊക്കെ പറഞ്ഞ് കുറേ ഒച്ചപ്പാടെടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ രേവതിയും സച്ചിയും വന്ന് ഇടപെടുന്നുണ്ട്. നമ്മുടെ ശ്രുതി വരുന്നുണ്ട്. ശ്രുതി ചോദിക്കുന്നുണ്ട്, അതിന് എന്താ ആൻറ്റി, അവൻ സോഫയിലല്ലേ ഇരുന്നുള്ളൂ എന്നൊക്കെ നമ്മുടെ ശ്രുതിയും ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതി കട്ട കലിപ്പ് തന്നെയാണ്. ലാസ്റ്റ് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ നമ്മുടെ ആദ്യമോനെ എടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതിക്ക് നമ്മുടെ സച്ചി വേണ്ടുവോളം കൊടുക്കുന്നുണ്ട്. സോഫ വല്ല സപ്രമഞ്ച് കട്ടിലാണോ നിങ്ങളുടെ എന്നൊക്കെ ചോദിച്ച് സച്ചി നല്ല രീതിയിൽ മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ടേ. പിന്നീട് അപ്പൊ നമ്മുടെ ശ്രുതിയോട് നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ടേ, ശ്രുതി ഇന്ന് നടക്കുന്നത് നാളെ ഉറപ്പായിട്ട് നടന്നോളണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് നമ്മുടെ ചന്ദ്രമതി വീണ്ടും കുറെ സാധനങ്ങളൊക്കെ എന്താ പറയാ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിന് പിന്നാലെ നമ്മുടെ രേവതിയും സച്ചിയും കൂടെ അവരെ മുറിയിൽ കൊണ്ടുപോയി കടത്തുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് പോയി നമ്മുടെ ശ്രുതി പരാതി പറയുക, അവര് കാരണം നമുക്ക് നമ്മുടെ മുറിയാണ് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ശ്രുതിനെ കുറെ വഴക്ക് പറയുന്നുണ്ട്. മുറി ഇല്ലെങ്കിൽ എന്താ, അവിടെ ഹോളിൽ പോയി കിടന്നാൽ പോരെ, അവരവിടെ കിടന്നോളൂല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുക ശ്രുതി. അപ്പത്തേക്കും നമ്മുടെ സച്ചിയും രേവതി ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഭയങ്കര അത്ഭുതമേ, ശ്രുതി അവർക്ക് വേണ്ടി തന്നെയാണോ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ ഭയങ്കര അത്ഭുതത്തോടുകൂടി നിൽക്കുകയാണ്. അതിനുശേഷം ഇവർ അടുക്കളയിൽ പോയപ്പോൾ നമ്മുടെ സച്ചിക്ക് ഭയങ്കര ഒരു ഇത്, എന്താണെന്നാലും നമ്മുടെ പൗഡർ ഇട്ടത്തേക്ക് ഇത്ര വലിയ മാറ്റം എന്ന് പറയുകയാണ്. അപ്പൊ സച്ചി ലാസ്റ്റ് ഒരു ഒടുവിൽ അതിന്റെ കാരണം കണ്ടെത്തി. പൗഡർ ഇടത്തേക്ക് ഉടനെ തന്നെ ഒരു കുഞ്ഞിനെ വേണം, അതാണ് നമ്മുടെ ആദ്യമോന്റെ അടുത്ത് കാണിക്കുന്ന സ്നേഹത്തിന് പിന്നിലെ കാരണം എന്ന് നമ്മുടെ സച്ചി കണ്ടെത്തുകയാട്ടോ. അപ്പൊ ഈ കാര്യം നമ്മുടെ ശ്രുതിയോട് വന്ന് സച്ചി പറയുന്നുണ്ടേ, പൗഡർ ഇടത്തേക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ തന്നെ ശ്രുതി രാത്രി ഹോളിലേക്ക് വരികയാട്ടോ. ശ്രുതി, നിനക്കൊരു കുഞ്ഞിനെ വേണമായിരുന്നു, എന്നോട് പറയണ്ടേ, ഞാൻ ലൈറ്റ് ഓഫ് ആക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വരുക. അപ്പൊ ശ്രുതി ഭയങ്കര കട്ടക്കലിപ്പാട്ടോ. ദേ സച്ചിയുടെ വാക്കും കേട്ട് എൻ്റെ അടുത്തോട്ട് വന്നാലുണ്ടല്ലോ ചവിട്ടി ഞാൻ എല്ലൊടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി വേഗം കയറി കിടന്ന് ഉറങ്ങുന്നൊക്കെ ഉണ്ടേ. പിറ്റേ ദിവസം രാവിലെ വേഗം തന്നെ ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് വാ വേഗം പോകാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇവരൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന ഒരു നിമിഷങ്ങളാട്ടോ കൂട്ടുകാരെ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഏതാണ്ട് നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരമൊക്കെ പുറത്തു വരാറായിട്ടുണ്ട് അല്ലെ കൂട്ടുകാരെ. കാത്തിരുന്ന് തന്നെ കാണാം. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.